കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതേ വളരെ ഫേമസ് ആയ ഒരു കഥയാണ്. ആലിസിന്റെ കഥ. ആലിസ് ഇൻ വണ്ടർലാൻഡ്. ആലിസിന്റെ അത്ഭുത ലോകം. ആരാണ് ആലിസ്? ആലിസ് ഒരു കൊച്ചു പെൺകുട്ടിയാണ്. ആലിസിന്റെ വീടിന്റെ മുറ്റത്ത് ഒരു നല്ല ചന്തമുള്ള പൂന്തോട്ടമുണ്ട്. ഒരു ദിവസം നമ്മുടെ ആലിസ് ആ പൂന്തോട്ടത്തിന്റെ അരികിലുള്ള ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇളം കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചു നേരം അവിടെ ഇരുന്ന് പൂക്കളെയും ചിത്രശലഭങ്ങളെയും ഒക്കെ നോക്കിക്കൊണ്ടേയിരുന്നപ്പോ ആലിസിന് പതുക്കെ ഉറക്കം വരാൻ തുടങ്ങി. ഇതെന്താ? പെട്ടെന്നതാ ആലിസിന്റെ മുന്നിൽ കൂടി ഒരു മുയലച്ചൻ ഓടിപ്പോകുന്നു. ഒരു ചുവന്ന കുപ്പായമണിഞ്ഞ ഒരു വെളുത്ത മുയലച്ചൻ. ഇതെന്തൊരു മുയലച്ചനാ? ആലിസ് ചിന്തിച്ചു. മുയലച്ചന്റെ കയ്യിലേ ഒരു വാച്ചുമുണ്ട്. അയ്യോ, ഞാൻ ലേറ്റ് ആയിന്നാ തോന്നുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് മുയലച്ചൻ വെപ്രാളപ്പെട്ട് ഓടുകയാ. ഇത് കൊള്ളാലോ, ഇതെന്താ സംഭവം? ഈ കാഴ്ച കണ്ടതും ആലിസും മുയലച്ചന്റെ പിന്നാലെ ഓടി. മുയലച്ചന്റെ ഓടിച്ചെന്ന് മണ്ണില് ഒരു മാളത്തിലേക്ക് കയറിപ്പോയി. ആ ചുവന്ന കോട്ടിട്ട വെളുത്ത മുയലച്ചൻ ഇതിനുള്ളിലേക്കാണല്ലോ പോയത്, കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആലിസ് താഴേക്ക് നോക്കിയതും ദാ പോയി. മുയലച്ചൻ പോയ ആ കുഴിയിലേക്ക് നമ്മുടെ ആലിസ് വീണു. ഇതെങ്ങോട്ടാ ഞാൻ ഈ പോകുന്നേ? ഇതെന്താ സംഭവിക്കുന്നേ? ഞാൻ പറക്കുവാണോ? ആലിസ് കുറേ ദൂരം ആ കുഴിക്കുള്ളിലൂടെ പോയി. ഒരു തൂവല് പോലെ പറന്ന് 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 പറന്ന്. ആലിസിന് ഒന്നും മനസ്സിലായില്ല. താൻ എങ്ങോട്ടാ പോകുന്നതെന്നോ മുയലച്ചൻ എവിടെ പോയെന്നോ ഒന്നും മനസ്സിലായില്ല. കുറേ ദൂരം അങ്ങനെ പറന്ന് 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 ആ കുഴിയിലൂടെ ഒരിടത്ത് ചെന്ന് നമ്മുടെ ആലിസ് നിന്നു. ആലിസ് ചുറ്റും നോക്കി. ഇതെവിടെയാ? ഞാനിത് എവിടെയാണ്? ഇത് ഏത് ലോകമാണ്? ആ മുയലച്ചൻ എവിടെ പോയി? ചുറ്റും കുറേ വാതിലുകൾ നമ്മുടെ ആലിസ് കണ്ടു. കൂട്ടത്തിലൊരു ഇത്തിരി കുഞ്ഞൻ വാതിലും. ഇതെന്ത് വാതിലാ? ഇത് തുറക്കാൻ പറ്റുമോ? തുറന്നാൽ എങ്ങോട്ട് പോകാൻ പറ്റും? ഇതേത് സ്ഥലമാണ് എന്ന് പറഞ്ഞ് ആലിസ് വീണ്ടും ചുറ്റും നോക്കിയപ്പോൾ ഒരു മേശപ്പുറത്ത് ഒരു താക്കോലിരിക്കുന്നു. ആലിസ് ആ താക്കോൽ എടുത്ത് ചെറിയ വാതിൽ തുറന്നു. എന്നിട്ട് ആ വാതിലിനടിയിലൂടെ നോക്കി. അവിടെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. ആരൊക്കെയോ ഓടുന്ന പോലെ തോന്നുന്നു. അവിടെ എന്താണ്? എന്തായാലും രസകരമായ ഒരു സ്ഥലമായിരിക്കും ഈ വാതിലിനപ്പുറത്ത്. പക്ഷേ ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകും? ഈ ഇത്തിരി കുഞ്ഞൻ വാതിലിലൂടെ എനിക്ക് എങ്ങനെ പോകാൻ പറ്റും? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ആലിസ് വീണ്ടും ഒന്ന് ചുറ്റും നോക്കി. അപ്പോഴതാ താക്കോൽ കിട്ടിയ ആ ടേബിളില്ലേ, ആ മേശയുടെ പുറത്ത് ഒരു കുപ്പിയിരിക്കുന്നു. അതിലെഴുതിയിരിക്കുന്നു, കുഞ്ഞൻ വാതിലിനുള്ളിൽ കൂടി പോകാനുള്ള മരുന്ന്. എന്തായാലും നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ കുപ്പിയിലുണ്ടായിരുന്ന മരുന്ന് നമ്മുടെ ആലിസ് കഴിച്ചു. അപ്പോഴതാ ഒരു അത്ഭുതം. ആലിസ് ചെറുതാവാൻ തുടങ്ങി. ആലിസിന്റെ പൊക്കം കുറഞ്ഞു 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 വന്ന് ആ കുഞ്ഞൻ വാതിലിനേക്കാളും ചെറുതായി. ഇതെന്താ സംഭവിച്ചത്? അയ്യോ, ഞാൻ എങ്ങനെ ഇത്ര ചെറുതായി പോയി? ഇപ്പോൾ എനിക്ക് വാതിലിനുള്ളിലൂടെ എളുപ്പത്തിൽ കടക്കാൻ പറ്റും. ആലിസ് പെട്ടെന്ന് ആ വാതിലിനുള്ളിലൂടെ അകത്തേക്ക് കടന്നു. അപ്പോഴതാ അതിമനോഹരമായ ഒരു പൂന്തോട്ടം.
ആ പൂന്തോട്ടത്തിലുള്ള പൂക്കളെല്ലാം സംസാരിക്കുന്നു. എല്ലാം നല്ല ചുവന്ന നിറമുള്ള റോസാപ്പൂക്കൾ. അവയെല്ലാം സംസാരിക്കുന്നു. അവർ ചോദിക്കുകയാണ്, ഇതാരാ ഈ കുഞ്ഞു പെൺകുട്ടി? നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഹേ പൂച്ചച്ചാരെ, നിനക്കിതാരാണെന്ന് മനസ്സിലായോ? മരത്തിലെ ഒരു പൂച്ച ഇരിക്കുന്നുണ്ടായിരുന്നു. ആ പൂച്ചയോടാണ് പൂക്കൾ ചോദിക്കുന്നത്. മിയാവൂ മിയാവൂ. ഇതാരാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇതിന്റെ മുമ്പ് ഈ കുട്ടിയെ കണ്ടിട്ടേയില്ല. ആര് പറഞ്ഞു? നമ്മുടെ പൂച്ചച്ചാര് പറഞ്ഞു. എപ്പോഴും ചിരിക്കുന്ന പൂച്ചച്ചാര്. ആലിസ് പൂച്ചച്ചാരെ നോക്കി. എന്നിട്ട് ചോദിച്ചു, അതെ, ഞാൻ എങ്ങനെ പഴയ പോലെ ആവും? എനിക്ക് ഇതിനേക്കാളൊക്കെ പൊക്കമുണ്ടായിരുന്നു. ഞാനൊരു വലിയ കുട്ടിയായിരുന്നു. പക്ഷെ ഇതേ ഞാനിപ്പോ ചെറുതായിപ്പോയി. ഞാനേ വാതിൽ കടക്കാൻ വേണ്ടിയിട്ടേ അവിടെ ഇരുന്ന മരുന്നെടുത്ത് കുടിച്ചു. ഓ, അങ്ങനെയാണോ? ആ, ഒരു കാര്യം ചെയ്യ. ദേ, നീ ഇങ്ങോട്ട് നോക്കിയേ. ഇത് കണ്ടോ ഈ കൂണ്? ഈ കൂണിന്റെ വലതുഭാഗത്ത് നിന്ന് കുറച്ചെടുത്ത് കഴിച്ചാൽ നിനക്ക് വീണ്ടും പഴയതുപോലെ വളരാൻ പറ്റും. ഇനി ഈ കൂണിന്റെ ഇടതുഭാഗത്ത് നിന്ന് കുറച്ചെടുത്ത് കഴിച്ചാൽ വീണ്ടും നീ ചെറുതാവും. ഇപ്പൊ മനസ്സിലായോ? അത് കൊള്ളാമല്ലോ. എന്നാ ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആലിസ് കൂണിന്റെ വലതുഭാഗത്തുനിന്ന് കുറച്ചെടുത്ത് കഴിച്ചു. അപ്പൊ കുറച്ച് പൊക്കം കൂടി, വീണ്ടും കുറച്ചും കൂടി കഴിച്ചു, വീണ്ടും പൊക്കം വെച്ചു. അങ്ങനെ പൊക്കം വെച്ച് ആലിസ് പഴയ പോലെയായി. ഇത് വളരെ വ്യത്യസ്തമായൊരു ലോകം തന്നെ, ആലിസ് ചിന്തിച്ചു. ആലിസ് അവിടെ എല്ലാം ഓടി നടന്ന് കാഴ്ചകൾ കാണാൻ തുടങ്ങി. കുറെ ദൂരം കൂടി ആലിസ് നടന്നു. അപ്പോഴതാ ഒരു തൊപ്പിക്കാരൻ. ആ തൊപ്പിക്കാരൻ ഒരു വലിയ മേശയുടെ മുകളിൽ കുറെ പലഹാരങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. കേക്കും കുക്കീസും ടീയും ഒക്കെ വെച്ചിട്ട് ഒരു പാർട്ടി നടത്തുകയാണ്. എലിയും മുയലച്ചനും കുരങ്ങച്ചനും ഒക്കെ ആ പാർട്ടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ആലിസിനെ കണ്ടപാടെ തൊപ്പിക്കാരൻ ചോദിച്ചു, ഹേ കൊച്ചു പെൺകുട്ടി, നിന്നെ ഇവിടെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്താ നിന്റെ പേര്? എന്റെ പേര് ആലിസ്. ഓ, അത്ഭുത ലോകത്തെത്തിയ ആലിസ്. അത്ഭുത ലോകത്തെത്തിയ ആലിസ് ആണ് ഞാൻ. ശരി, വരൂ. നീ എന്റെ ഗസ്റ്റ് ആണ്. നിനക്കും കേക്ക് കഴിക്കാം, കുക്കീസ് കഴിക്കാം, ചായ കുടിക്കാം, ഇഷ്ടം പോലെ കഴിക്കാം. വരൂ. വളരെ സ്നേഹത്തോടുകൂടി തൊപ്പിക്കാരൻ നമ്മുടെ ആലിസിനെ വിളിച്ചു. ആലിസ് ടീ പാർട്ടിയിൽ പങ്കെടുത്തു. കേക്കും കുക്കീസും ഒക്കെ കഴിച്ചു. എന്നിട്ട് വീണ്ടും കുറേ ദൂരം കാഴ്ചകൾ കണ്ട് നടന്നു. പലതരത്തിലുള്ള മൃഗങ്ങളെയും പക്ഷികളെയും നദിയും പുഴയും ഒക്കെ ആലിസ് ആ അത്ഭുത ലോകത്തിൽ കണ്ടു. എന്നാൽ എവിടെ നോക്കിയാലും ചുവന്ന പൂക്കൾ മാത്രം, അതും റോസാപ്പൂക്കൾ മാത്രം. ഇതെന്താ ഈ ലോകം ഇങ്ങനെ? ആലിസ് ചിന്തിച്ചു. പൂക്കളോട് തന്നെ ഈ ചോദ്യം ചോദിക്കാൻ ആലിസ് തീരുമാനിച്ചു. എന്താ നിങ്ങൾ എല്ലാവരും ചുവന്നു മാത്രം ഇരിക്കുന്നത്? മറ്റു നിറങ്ങളിലൊന്നും നിങ്ങളെ കാണാൻ കഴിയുന്നില്ലല്ലോ. അതെ ആലിസ്, ഞങ്ങൾ എല്ലാവരും ശരിക്കും ചുവന്ന റോസാപ്പൂക്കളല്ല. ഞങ്ങളിൽ കുറച്ചു പേർ മാത്രമേ ചുവപ്പുള്ളൂ. ബാക്കി വെള്ളയും മഞ്ഞയും പിങ്കും ഒക്കെയാ. പക്ഷെ എന്നിട്ട് നിങ്ങളെ കണ്ടാൽ ചുവന്നാണല്ലോ ഇരിക്കുന്നത്. അതിനൊരു കാര്യമുണ്ട്. ഈ നാട്ടിലെ റാണിയില്ലേ, ഈ റാണിക്ക് ഏറ്റവും ഇഷ്ടം ചുവന്ന പൂക്കളെയാ, ചുവന്ന റോസാപ്പൂക്കളെ. മറ്റു നിറങ്ങളെ ഒന്നും റാണിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് മറ്റു നിറങ്ങളിലെ പൂക്കൾ വിരിഞ്ഞാൽ ചുവന്ന പെയിന്റ് അടിച്ച് അതെല്ലാം ചുവപ്പാക്കി മാറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ചുവന്നിരിക്കുന്നത്. അയ്യോ, എന്തൊരു മണ്ടൻ ആശയമാണത്, ആലിസ് പറഞ്ഞു. പതുക്കെ, റാണിക്ക് ദേഷ്യം വരും. റാണി പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. ദേഷ്യം വന്നാൽ ചിലപ്പോൾ നിന്നെ പിടിച്ച് പൂട്ടിയിടും. റാണിയെ എതിർത്ത് ആരും പറയുന്നത് റാണിക്ക് ഇഷ്ടമല്ല. റാണി പറയുന്നത് നമ്മൾ ചെയ്യണം. അങ്ങനെയാണ്. ഓ, നോക്കാം. അപ്പോഴേക്കും കുതിരകൾ വരുന്ന ശബ്ദം കേട്ടു. ടക് 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 ടക്. ആലിസ്, റാണി വരുന്നുണ്ട്. ഇനി വേറൊന്നും സംസാരിക്കല്ലേ. ഇത് പറഞ്ഞതും റാണി ഒരു കുതിരവണ്ടിയിൽ അങ്ങനെ വന്നു. കുതിരവണ്ടിയിൽ നിന്നിറങ്ങിയ റാണി
തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചുവന്ന റോസാപ്പൂക്കളെ നോക്കി നിന്നു. എന്ത് ഭംഗിയാണ് ഈ പൂക്കളെ കാണാൻ, റാണി പറഞ്ഞു. ഹോ, ഈ ചുവന്ന പൂക്കൾ മാത്രമാകുമ്പോൾ ഒരു ഭംഗിയുമില്ല. ഹേ, അതാരാ? എന്റെ ചുവന്ന പൂക്കളെ കളിയാക്കുന്നതാരാ? റാണി ദേഷ്യത്തോടെ ചോദിച്ചു. എന്റെ പേര് ആലിസ്. ഞാനേ നിങ്ങളുടെ ഈ അത്ഭുത ലോകം കാണാൻ വന്നതാ. അത്ഭുത ലോകം കാണാൻ വന്നിട്ട് നീ ഇവിടുത്തെ പൂക്കളെ കുറ്റം പറയുന്നോ? ഞാൻ കുറ്റം പറഞ്ഞതല്ല. ചുവന്ന പൂക്കൾ നല്ലതാണ്, പക്ഷെ അതോടൊപ്പം മറ്റു നിറങ്ങളിലെ പൂക്കൾ കൂടി ഉണ്ടെങ്കിൽ ഈ അത്ഭുത ലോകം കൂടുതൽ സുന്ദരമാകും. വെള്ള, മഞ്ഞ, പിങ്ക് തുടങ്ങിയ നിറങ്ങളിലുള്ള റോസാപ്പൂക്കളും മറ്റു ചെടികളും അവയിലെ പല നിറങ്ങളിലുള്ള പൂക്കളും ഒക്കെ ആകുമ്പോൾ റാണി, നിങ്ങളുടെ ഈ അത്ഭുത ലോകം കൂടുതൽ സുന്ദരമാകും. ശരിക്കും? റാണി ചോദിച്ചു. ശരിക്കും. സാധാരണ എല്ലാവരും റാണി എന്തു പറയുന്നു അത് കേട്ട് തലയാട്ടുക മാത്രമാണ് ചെയ്തിരുന്നത്. ആദ്യമായിട്ടാണ് ഒരാൾ റാണിയെ ഉപദേശിക്കുന്നത്. പക്ഷെ ആ ഉപദേശം റാണിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. പല നിറങ്ങളിലുള്ള റോസാച്ചെടികളും മറ്റു പല പൂച്ചെടികളും നട്ടുപിടിപ്പിച്ചു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അതിൽ പല നിറങ്ങളിലുള്ള പൂക്കളുണ്ടായി. വെള്ള, മഞ്ഞ, നീല, ചുവപ്പ് എല്ലാ നിറങ്ങളും കൂടി ചേർന്നപ്പോൾ അത്ഭുത ലോകം അതിസുന്ദര ലോകമായി മാറി. ആ കാഴ്ച റാണിക്കും വളരെ ഇഷ്ടമായി. അത്ഭുത ലോകത്തെ കൂടുതൽ സുന്ദരമാക്കാൻ സഹായിച്ച നിനക്ക് ഞാനൊരു സമ്മാനം തരുന്നുണ്ട്, റാണി പറഞ്ഞു. റാണി ആകാശത്തിലേക്ക് കൈ ഉയർത്തി. അപ്പോഴതാ ഒരു യൂണിക്കോൺ താഴേക്ക് വന്നു. നീല നിറമുള്ള ഒരു സുന്ദരൻ യൂണിക്കോൺ, ഒറ്റക്കൊമ്പൻ കുതിര. ആലിസ്, ഇതാ ഈ മാന്ത്രിക കുതിരയെ ഞാൻ നിനക്ക് സമ്മാനമായി തരുന്നു. ഈ യൂണിക്കോൺ നിനക്ക് എവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നോ അവിടെയെല്ലാം നിന്നെ എത്തിക്കും. ആലിസിന് സമ്മാനം വളരെ ഇഷ്ടപ്പെട്ടു. ആലിസ് ഒറ്റക്കൊമ്പൻ കുതിരയുടെ പുറത്ത് കയറാൻ ശ്രമിച്ചപ്പോൾ ദേ ആരോ വിളിക്കുന്നു. ആലിസ്, 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 എഴുന്നേക്ക്, എഴുന്നേക്ക്. എന്താ പറ്റിയത്, എന്താ പറ്റിയത്? പെട്ടെന്ന് ആലിസ് കണ്ണു തുറന്നു. അപ്പോഴാണ് മനസ്സിലായത്, ഇത്രയും നേരം താൻ കണ്ടതേ സ്വപ്നമായിരുന്നു. മരച്ചുവട്ടിലിരുന്ന് നമ്മുടെ ആലിസ് ഉറങ്ങിപ്പോയതാ. ഉറക്കത്തിലാണ് ആലിസ് വണ്ടർലാൻഡിലേക്ക് പോയതും കുഞ്ഞൻ വാതിൽ തുറന്നകത്ത് കയറിയതും സംസാരിക്കുന്ന റോസാപ്പൂക്കളെ കണ്ടതും റാണിയെ കണ്ടതുമൊക്കെ. ആലിസിന്റെ അത്ഭുത ലോകം ശരിക്കും സ്വപ്നത്തിലായിരുന്നു. കുഞ്ഞുമണികളെ, നിങ്ങൾക്കും ഇതുപോലെ ഉറങ്ങുന്ന സമയത്ത് നല്ല നല്ല സ്വപ്നം കണ്ട് അത്ഭുത ലോകങ്ങളിലൂടെ യാത്ര ചെയ്യാൻ പറ്റട്ടെ, ആലിസിനെ പോലെ. ഇതാണ് ഇന്നത്തെ കഥ. കഥ ഇഷ്ടമായോ? കഥയോടൊപ്പം ഇന്നും നമുക്ക് ചക്കരക്കുട്ടികളുടെ പേരുകൾ പറയാനുണ്ട്. പറയട്ടെ. റിദ്ധി, അദ്വൈ ഹരി, യുവി എന്ന യുവാൻ രാഹുൽ, സിവ ശ്രീരണ്യ എന്ന കിങ്ങിനിമോൾ, ലൂക്ക് ഫിലിപ്സ് ജോർജ്, ലിയോൺ ഡേവിഡ് ജോർജ്, ലോറ റോസ ജോർജ്, ജോഹാൻ എന്ന ജോക്കുട്ടൻ, ജെയിൻ, ജുഗ്നു എന്ന ചിലങ്കക്കുട്ടി, അബ്രാം ആൻഡ് ഡേവിസ് ജോർജ്, ഇസാക്ക് ആൻഡ് ഡേവിസ് ജോർജ്, സൈദ് ബിലാൽ, അന്നു എന്ന സമന്യു കൃഷ്ണ, അനിരുദ്ധ്, ആദിദേവ്, മോളൂട്ടി എന്ന നൈനിക, മഹ എന്ന മഹാലക്ഷ്മി അരുൺ, തമ്മുക്കുട്ടി എന്ന തന്മയ, ആത്മിക വിമൽ, തനു എന്ന തനൈ ധാർമിക്, ദുൽഖർ 9 എന്ന ദുദു ബേബി, ഫെബ്രുവരി 1 പിറന്നാൾ ആഘോഷിച്ച തനുക്കുട്ടി എന്ന തൻവി, ഫെബ്രുവരി 12 പിറന്നാൾ ആഘോഷിച്ച വേദ് കെ ജഗ്ദീപ് എന്ന വേദൂട്ടൻ, മാർച്ച് 17 പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന സച്ചു എന്ന ദക്ഷിൻ. പിറന്നാൾ ആഘോഷിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. ഒപ്പം സ്നേഹമറിയിച്ച എല്ലാ കുഞ്ഞുമക്കൾക്കും ചക്കരയുമ്മ. പോകുന്നതിന് മുമ്പ്
അച്ഛനമ്മമാരോട് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്ന സ്റ്റോറി ലൂയിസ് കാരളിന്റെ അതിപ്രശസ്തമായ കുട്ടികളുടെ കഥാപുസ്തകം ആലിസ് ഇൻ വണ്ടർലാൻഡ്. അദ്ദേഹം ഒരു മാത്ത് ടീച്ചറായിരുന്നു. ഒരിക്കൽ ഒരു ബോട്ട് യാത്രക്കിടയിൽ അദ്ദേഹത്തിന് തോന്നിയ ഒരു ആശയമാണ് ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്ന മനോഹരമായ പുസ്തകമായി മാറിയത്. പക്ഷെ ഇവിടെ ഇന്ന് ഈ കഥ പറഞ്ഞപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറഞ്ഞത്. അതിൻ്റെ ഒരു കാര്യം, വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ് കൂടുതലായും നമ്മുടെ കഥ കേൾക്കുന്നത്. 1.5 വയസ്സ്, 2, 3, 4 അങ്ങനെയുള്ള കുഞ്ഞുമക്കൾ. യഥാർത്ഥ പുസ്തകത്തിലേതുപോലെ ആ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ, 1, അത് ഒരു വലിയ കഥയാണ്. 2, അതിലെ പല കാര്യങ്ങളും ചിലപ്പോൾ ഇപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ചില മാറ്റങ്ങൾ വരുത്തിയാണ് ഞാൻ ഇന്ന് ഈ കഥ പറഞ്ഞത്. അവർ വളർന്ന് തനിയെ വായിക്കാറാകുമ്പോൾ നിങ്ങൾ തീർച്ചയായും ആലിസ് ഇൻ വണ്ടർലാൻഡിന്റെ ഒറിജിനൽ പുസ്തകം അവർക്ക് വാങ്ങിക്കൊടുക്കണം. അപ്പോൾ അവർ തനിയെ വായിച്ച് ആ കഥ ആസ്വദിക്കട്ടെ. നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം. കുഞ്ഞുങ്ങളുടെ പേര് കൂടി കഥയോടൊപ്പം പറയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, ടാറ്റാ.